ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സരസ്വതിയെ ഞാൻ കൊല്ലും, ആ ഋതികയും. പിന്നെ ഈ സാമ്രാജ്യത്തിന്റെ മഹാറാണി ഞാൻ തന്നെ. പ്രതാപം വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല ചേച്ചി. ആരുടെ ഒരു ഫോൺ വന്ന് പെട്ടെന്ന് അവനങ്ങ് പോയി. എന്തോ അവനൊരു ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കൂടപ്പിറപ്പുകളല്ലേ, ഒരമ്മ പെറ്റ മക്കള്. നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാലേ എന്റെ ചങ്കില് അത് വന്ന് അലയ്ക്കുന്നത്. അതൊരു ടെലിപ്പതിയാ ചേച്ചി. രക്തത്തെ തൊട്ടറിയുന്ന ടെലിപ്പതി. എങ്ങനെ വളർത്തിയതാ ഞാൻ നിന്നെയൊക്കെ. അതൊക്കെ ആരാ ഓർക്കുക? ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ചേച്ചി എന്തെങ്കിലും കാര്യത്തിന് വേദനിപ്പിച്ചോ? ഏട്ടൻ വന്നല്ലോ. ഏട്ടാ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? തണുത്തത് എന്തെങ്കിലും എടുക്കണോ? അത് ചായയോ? യാമിനി, പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. പണി കിട്ടി വന്നിരിക്കായിരിക്കും. എന്തായാലും അടുത്തത് രാജിയായിരിക്കും. വൈകിട്ടോടെ അറസ്റ്റ് നടക്കും. എന്താ പ്രതാപ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? നിനക്ക് എന്താ പ്രശ്നം? ഏട്ടാ, ഇതാ. വേണ്ട. ശരാ, എന്താ ഏട്ടാ? നീ വേഗം രാജുനെ വിളിക്ക. പെട്ടെന്ന് വരാൻ പറ. ശരി ഏട്ടാ. ഞാൻ പറഞ്ഞില്ല അമ്മേ, ഇതിൽ ഇയാള് പെട്ടത് തന്നെ. ഇവനൊന്ന് നാണം കെട്ട് രാജി വെച്ചാ മതി. പിന്നൊരു 12-14 കൊല്ലം ജയിലിൽ. അതിനുശേഷം ഇവിടെ നമ്മുടെ തിരുവിളയാടലായിരിക്കും. സരസ്വതിയെ ഞാൻ കൊല്ലും, ആ ഋതികയും. പിന്നെ ഈ സാമ്രാജ്യത്തിന്റെ മഹാറാണി ഞാൻ തന്നെ. മാഡം പറഞ്ഞത് ശരിയാ. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല പേരാ. എന്നാ അത് തന്നെ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ രാവിലെ സാറിന്റെ വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഞാനും മാഡം കൂടി ശ്രീയെ സെന്റ് തെരേസാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവിടെ ഒത്തിരി നല്ല ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇക്കാര്യത്തില് ആരും ബുദ്ധിമുട്ടണ്ട. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഇവളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ഹലോ, എന്താ ശേഖരൻ സാറേ? രാജു റേഞ്ചിലില്ലേ? എന്താ സാർ? അല്ല, രാജുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ എന്റെ അളിയൻ ഹരീഷിന്റെ വീട്ടിലാണ്. എന്താ സാർ വിളിച്ചത്? രാജു അത്യാവശ്യമായിട്ട് ഏട്ടനെ ഒന്നൊന്ന് കാണണം. ഏട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നേ. എന്താന്നറിയില്ല, ഏട്ടൻ വല്ലാത്തൊരു ടെൻഷനില്ല. ഞാൻ ഉടനെ വരാം സാർ. ശരി രാജു, പെട്ടെന്ന് വാ.
എനിക്ക് അത്യാവശ്യമായിട്ട് വർമ്മ സാറിന്റെ അടുത്ത് വരെ ഒന്ന് പോണം. എന്നാ രാജുവേട്ടൻ വയ്ക്കും. നാളെ ഞാൻ ഇവിടെ സെന്റ് തെരേസസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ശരി എന്നാ. ഉം. നിങ്ങളെല്ലാരും വീട്ടിലേക്ക് പൊക്കോളൂല്ലോ. ഞങ്ങള് പൊക്കോളാടാ. നീ വേഗം ചെന്ന് വർമ്മ സാറിനെ കാണാൻ നോക്ക്. ആ ശരി അച്ഛാ. എന്നാ ഞാൻ പോയിട്ടരാം. മോള് സന്തോഷായിട്ടിരിക്കേ. ശരി എന്നാ. അത് ശരി. അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ഈ ലാപ്ടോപ്പ് തട്ടിപ്പ് കേരളത്തിൽ വലിയ വിഷയാവുമല്ലോ. മീഡിയ അറിയാത്തൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ, പിന്നെ അവര് കൈകാര്യം ചെയ്തു. ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ച് സ്റ്റുഡൻസിന് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലേ സ്കൂൾ പിള്ളേര് മതി, അവന്മാരെല്ലാം തല്ലി പൊളിക്കും. ബസ്സും കാറും കടകളും, പിന്നെ ഒടുവിൽ ആ സെക്രട്ടേറിയറ്റ് പോലും. നമ്മളും സൂക്ഷിക്കണം, ഇങ്ങോട്ടേക്കും വരും. നിങ്ങൾ എന്താ ഈ അമ്മയും മകനും കൂടി ഈ പ്രശ്നം ആഘോഷിക്കുകയാണോ? അല്ല, ഈ ലാപ്ടോപ്പ് ഇടപാട് ഡീൽ ചെയ്തത് രാജുവല്ലേ? അത് കൊട്ടേഷൻ സ്വീകരിച്ച് ഡിപ്പാർട്ട്മെന്റ് കൈക്കൊണ്ട തീരുമാനമാണ്. പക്ഷേ ഫയല് കമ്പനിക്ക് കൈമാറിയത് രാജുവാണ്. സർ, സാറെന്തിനാ വിളിപ്പിച്ചേ? എന്താ പ്രശ്നം? ശ്രീലക്ഷ്മിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, എല്ലാവരും ശ്രീലക്ഷ്മിയുടെ അടുത്തുണ്ട്. അല്ല, സാറെന്തോ ടെൻഷനിലാണെന്ന് ശേഖരൻ സാറ് പറഞ്ഞു. ടെൻഷനുണ്ട് രാജു. എല്ലാ അർത്ഥത്തിലും നിനക്ക് നല്ലൊരു ദിവസമാണ്. പക്ഷെ ഒട്ടും സുഖകരമല്ലാത്തൊരു കാര്യം ഇപ്പൊ എനിക്ക് നിന്നെ അറിയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അങ്ങോട്ട് പറയടാ, അവനെ സുഖിപ്പിക്കാതെ. ആ ലാപ്ടോപ്പ് ഇടപാടിൽ നമ്മൾ അതിഭീകരമായിട്ട് ചതിക്കപ്പെട്ടിരിക്കുന്നു. തീരുമാനിച്ച കമ്പനിയായിട്ടല്ല, മറ്റൊരു കമ്പനിയായിട്ടാ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. സർ, സാർ എന്താ ഈ പറയുന്നത്? അതെ, ഏകദേശം 10% ലാപ്ടോപ്പുകളെ വിതരണം ചെയ്തിട്ടുള്ളൂ. എങ്കിലും വിതരണം ചെയ്യപ്പെട്ട സിസ്റ്റംസ് എല്ലാം കംപ്ലൈന്റ് ആണ്.